വെൽക്കം ടു ഐഷൂസ് കിച്ചൺ. ഇന്നൊരു അടിപൊളി ഡിഷുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചൂടായ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന 3 വലിയ സവാള ഇട്ട് കൊടുക്കാം. ഇനി സവാള വഴന്ന് കിട്ടാൻ വേണ്ടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത 2 പച്ചമുളകും 2 തക്കാളിയും ഇട്ട് കൊടുക്കാം. തക്കാളി ഉടഞ്ഞു കിട്ടാൻ വേണ്ടി കുറച്ചു നേരം മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതെല്ലാം നല്ലവണ്ണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. എല്ലാം നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം 1 സ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് എല്ലാം നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ചിക്കൻ നന്നായി വെന്ത് കിട്ടാൻ വേണ്ടി മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന 1/2 കപ്പ് തേങ്ങ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക.
ഇനി ഇതൊരു 5 മിനിറ്റ് മൂടി വെക്കാം. തേങ്ങയും ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വലിയ ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ഇട്ട് 2 മിനിറ്റ് മൂടി വെക്കാം. അപ്പോൾ ഇതാ കോഴി വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നെയ്പത്തിരിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.